സോ ഹേ ഗൈസ്, സോ വെൽക്കം ബാക്ക് ടു മോസിൻ ഗെയിമർ. അപ്പോൾ മച്ചാമാർ ഏകദേശം ഒരു 2 മാസത്തിന് ശേഷമാണ് നമ്മളെന്തായാലും വീഡിയോസ് ഒക്കെ ചെയ്യുന്നത്. കാരണം വെച്ചാൽ ഒന്നും കൊണ്ടല്ല, മടിയാണ്. ഈ നോമ്പൊക്കെ പിടിച്ചിട്ട് ഈ ഒരു വീഡിയോസ് ഒക്കെ ചെയ്യാനായിട്ട് ഭയങ്കര മടിയായിരുന്നു. അതുകൊണ്ടായിരുന്നു. പിന്നെ നോമ്പ് കഴിഞ്ഞിട്ട് ഇപ്പോൾ കുറച്ചായി, അതിനുശേഷം കുറച്ച് പനിയൊക്കെ പിടിച്ച്, അതുകൊണ്ടാണ് മാക്സിമം ഞങ്ങൾക്ക് വീഡിയോ ചെയ്യാൻ പറ്റാൻ ഞാൻ മാക്സിമം ട്രൈ ചെയ്യായിരുന്നു. പക്ഷെ ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാനിന്ന് വന്നേക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ കറന്റ് ഇപ്പോൾ BGMI ഏറ്റവും കൂടുതൽ കിടലായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഗൺ കോമ്പിനേഷൻസ് ഏതൊക്കെയാണെന്നാണ് എന്തായാലും പറയാൻ പോകുന്നത്. നിങ്ങൾ അത്ര വലിയ പ്ലെയർ ഒന്നല്ല, എന്നാൽ നിങ്ങൾക്ക് പറ്റിയൊരു കോമ്പിനേഷൻ ഉണ്ട് ഞാൻ പറയുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾ നല്ല പ്ലെയർ ആണ്, നിങ്ങൾക്ക് അത്യാവശ്യം നല്ല എയിമും കാര്യങ്ങൾ തന്നെ ഉണ്ട് എങ്കിൽ നിങ്ങൾക്കും പറ്റിയൊരു നല്ല കോമ്പിനേഷൻ ഉണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് നല്ല ഡിവൈസും കാര്യങ്ങൾ തന്നെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കും പറ്റിയ അടിപൊളി കോമ്പിനേഷൻ ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നതായിരിക്കും. സോ കുറെ പറഞ്ഞ് പോരാടിപ്പിക്കുന്നില്ല. സോ ലെറ്റ്സ് ബിഗിൻ ഗൈസ്. വീഡിയോയിലോട്ട് പോകുന്നതിന് നമ്മൾ ഒരു 100 ലൈക്സിന് ഒരു ടാർഗറ്റ് നമ്മൾ വെക്കുവാണ്. നിങ്ങൾക്ക് എന്തായാലും അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന അറിയാം. ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങൾക്കായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുവാണെങ്കിൽ തന്നെ നിങ്ങൾ ഇൻ റിട്ടേൺ ആയിട്ട് നിങ്ങൾ ചെയ്യണം ഗൈസ്. നമ്മൾ ഫസ്റ്റത്തെ കോമ്പിനേഷൻ നിങ്ങൾ വലിയൊരു പ്ലെയർ ഒന്നല്ല, നിങ്ങൾക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഡിവൈസാണ്, ഒരു ആവറേജ് ഡിവൈസാണ് നിങ്ങൾ കയ്യിലുള്ളത്. നിങ്ങളൊരു ആവറേജ് പ്ലെയർ ആണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു കോമ്പിനേഷൻ ആണ് ഫസ്റ്റ് നമ്മൾ എന്തായാലും പറയാൻ പോകുന്നത്. ഇപ്പോൾ മിക്ക പ്ലെയേഴ്സും യൂസ് ചെയ്യുന്ന ഒരു ഗൺ കോമ്പിനേഷൻ തന്നെയാണ് UMPയും M416. ഇപ്പോൾ ഈ കാണുന്ന വീഡിയോ പോലെ ഞാൻ M4ഉം UMP ആണ് യൂസ് ചെയ്തത്. കാരണം വെച്ചാൽ UMPയുടെ ഷോർട്ട് റേഞ്ചിൽ പവർ ഞാൻ പറയാതെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം വെച്ചാൽ വല്ലാത്ത പവർഫുൾ ആണ് ആ ഒരു സാധനം ഷോർട്ട് റേഞ്ചിൽ. പിന്നെ അതേപോലെ തന്നെ നമുക്ക് സ്പ്രേ ചെയ്യാനായിട്ട് M416 കഴിഞ്ഞിട്ട് വേറൊരു ഗണ്ണുള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നിരിക്കും. കുറേ പേര് സ്കാറിൽ എന്നൊക്കെ പറയും, പക്ഷേ എനിക്ക് M4 ആണ് ഏറ്റവും കൂടുതൽ ബെറ്റർ ആയിട്ട് തോന്നിയത്. നമ്മൾ അടുത്ത കോമ്പിനേഷൻ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ഡിവൈസും കാര്യങ്ങളും തന്നെ ഉണ്ട്. ആൻഡ് അതേപോലെ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിക്കുള്ള ഒരു എയിമും കാര്യങ്ങളും തന്നെയുള്ള നല്ലൊരു പ്ലെയറാണ് നിങ്ങളെങ്കിൽ തന്നെ നിങ്ങൾക്ക് പറ്റിയൊരു കോമ്പിനേഷൻ ആണെങ്കിൽ രണ്ടാമത്തെ കോമ്പിനേഷൻ. നമ്മൾ രണ്ടാമത്തെ കോമ്പിനേഷൻ ആണ് DBSഉം AKM. ഇപ്പോൾ ഉള്ള മിക്ക കോമ്പറ്റീവ് മാച്ചസ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ തന്നെ മനസ്സിലാവും, കുറേ പേര് ഷോർട്ട് റേഞ്ചിന് ഇപ്പോൾ യൂസ് ചെയ്യുന്നത് DBS ആണ്. ആൻഡ് അതേപോലെ തന്നെ കുറേ പേരെന്ന് പറയാൻ ഓൾമോസ്റ്റ് എല്ലാവരും ഇപ്പോൾ DBS ആണ് യൂസ് ചെയ്യുന്നത്. എയിം അസിസ്റ്റ് ഒക്കെ ഓൺ ആയ പോലെയാണ് DBS ഒക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് തോന്നാറ്. ചിലപ്പോൾ നമുക്ക് എയിം അസിസ്റ്റ് ഒന്നും ഓൺ ആയിരിക്കില്ല, പക്ഷേ എന്നാലും നമുക്ക് അത് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എനിമീസിനായിട്ട് ട്രാക്ക് ചെയ്യുമ്പോൾ അത്ര പെട്ടെന്നായിരിക്കും നമുക്ക് എനിമീസിനൊക്കെ നോക്കിയാൽ പെട്ടെന്ന്. അതേപോലെ തന്നെ AKM സ്പ്രേ ചെയ്യാൻ കുറച്ച് പാടൊക്കെ തന്നെയാണ് AKM 6xx. പക്ഷേ നമുക്ക് അത്യാവശ്യം നല്ല ഡിവൈസോ എയിമും ഉള്ളവർക്ക് മാത്രമാണ് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുവാണ് AKM 6xx അല്ലെങ്കിൽ 3x നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾക്ക് റീകോയിലെ കൺട്രോൾ ചെയ്ത് അടിക്കാൻ പറ്റുന്നതാണെങ്കിൽ അടിപൊളി നിങ്ങൾക്ക് അടിക്കാൻ പറ്റുന്ന ഒരു ഗൺ തന്നെയാണ് AKM. നമ്മൾ അടുത്ത ഗൺ കോമ്പിനേഷൻ നമ്മൾ പറയാൻ പോകുന്നത് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ്. അത്ര വലിയ എയിമൊന്നുമില്ല, എയിമൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് സെറ്റായി വരുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കോമ്പിനേഷനാണ് നമ്മൾ അടുത്തായിട്ട് പറയാൻ പോകുന്നത്. ബിഗിനേഴ്സിന് ഏറ്റവും നല്ലതായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗൺസ് ഒക്കെ വെച്ചാൽ SMGs ആയിരിക്കും. കാരണം വെച്ചാൽ PP ബൈസൺ, UMP അതേപോലെ തന്നെ തോംസന്റെ ഒക്കെ എക്സിഡന്റ് മാർക്ക് ഇട്ടിട്ട് അടിപൊളി നിങ്ങൾക്ക് ഷോർട്ട് റേഞ്ച് ആയാലും അത്യാവശ്യം മിഡ് റേഞ്ച് ഒക്കെ അടിക്കാൻ പറ്റുന്ന ഒരു ഗൺസ് തന്നെയാണ്. ലോങ് റേഞ്ച് അടിക്കാൻ അല്ലെങ്കിൽ സ്പ്രേ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഗൺസ് നിങ്ങൾക്ക് മുന്നേ പറഞ്ഞ പോലെ M4 AKM നിങ്ങൾക്ക് യൂസ് ചെയ്യാനുള്ള പറ്റത്തില്ല. കാരണം വെച്ചാൽ നിങ്ങൾക്ക് അത്രക്കുള്ള എയിം ആയിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കോമ്പിനേഷൻ നമ്മൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് M249 അല്ലെങ്കിൽ MG3 പോലത്തുള്ള കുറേ ആമോ ഉള്ള, അതായത് 150 75 ആമോ ഉള്ള ബുള്ളറ്റ്സ് ഉള്ള ഗണ്ണങ്ങൾ എടുക്കുകയാണെങ്കിൽ തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മിഡ് റേഞ്ച് ഒക്കെ നിങ്ങൾക്ക് അടിക്കാൻ പറ്റുന്നതായിരിക്കും. അടുത്തായിട്ട് പറയാൻ പോകുന്ന 2 ഗൺ കോമ്പിനേഷൻസ് വളരെയധികം അണ്ടർറേറ്റഡ് ആണ്. ഇപ്പം മുമ്പൊക്കെ വെച്ചാൽ സീസൺ 1 പ്ലേയേഴ്സ് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ഗൺ കോമ്പിനേഷൻസ് തന്നെ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ എന്ന് വെച്ചാൽ DBS ആയാലും UMP ആയാലും SLK ആയാലും അങ്ങനത്തെ കുറേ ഗൺസിനൊക്കെ പവർ കൂട്ടിയതുകൊണ്ട് തന്നെ ഇപ്പോൾ പ്ലേയേഴ്സ് ഒക്കെ അതാണ് എടുക്കാറ്. മുമ്പായാലും ഇപ്പോഴായാലും എവർഗ്രീൻ ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ തന്നെയാണ് M416ഉം AKM. M4 ആയാലും സ്കാറിലായാലും വലിയ മാറ്റം എനിക്ക് തോന്നിയിട്ടൊന്നുമില്ല, വലിയ ഡിഫറൻസ് ഒന്നും ഇല്ലാത്തൊരു സെയിം പോലത്തെ ഒരു ഗണ്ണ് തന്നെയാണ്. പക്ഷേ വെച്ചാൽ M4ന്റെ സൗണ്ട് കുറച്ചുകൂടി നല്ല രസമാണ് കേൾക്കാനായിട്ട് ഫയർ ചെയ്യുമ്പോഴായാലും. പിന്നെ അതേപോലെ തന്നെ റീകോയിലിൻ്റെ കാര്യം വരുവാണെങ്കിൽ തന്നെ M4 സ്റ്റോക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് റീകോയിൽ അത്യാവശ്യം തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റും സ്കാറിലെയും കാട്ടിയും. സോ അതുകൊണ്ടായിരിക്കും മാക്സിമം ആൾക്കാരും ഈ ഒരു M4 എടുക്കുന്നത്. ലോങ് റേഞ്ചും മിഡ് റേഞ്ചും കാര്യങ്ങൾ തന്നെ സ്പ്രേ ചെയ്യാനൊക്കെ പറ്റിയൊരു ഗണ്ണ് തന്നെയാണ് M4. അതേപോലെ തന്നെ നമുക്ക് ഷോർട്ട് റേഞ്ചിൽ നല്ല അടിപൊളിയായിട്ട് കളിക്കാൻ പറ്റിയൊരു ഗണ്ണ് തന്നെയാണ് AKM. അതേപോലെ തന്നെ കുറേ ഗൺസ് ഉണ്ട് ലോങ് റേഞ്ച് ഷോർട്ട് റേഞ്ച് ഉള്ളത്. അതായത് നമുക്ക് ഇപ്പോൾ പറഞ്ഞിരുന്നതായിരിക്കും. അതായത് DBS M4, M7 M4 അതേപോലെ തന്നെ DP AKM ഇതേപോലെ തന്നെ ഗൺസ് ഒക്കെ മാക്സിമം നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ തന്നെ ലോങ് റേഞ്ചിന് ഷോർട്ട് റേഞ്ചിന് അടിപൊളിയായിട്ട് അഡ്വാൻറ്റേജ് യൂസ് ചെയ്ത് അടിക്കാൻ പറ്റുന്നതായിരിക്കും. അടുത്ത കോമ്പിനേഷൻ നമ്മൾ പറയുന്നത് തന്നെ അധികം ആരും ഇപ്പോൾ യൂസ് ചെയ്യാത്ത ഒരു ഗൺ കോമ്പിനേഷൻ തന്നെയാണ്. കാരണം വെച്ചാൽ എന്താണെന്നൊന്നും അറിയത്തില്ല, ഇപ്പം ആരും അധികം യൂസ് ചെയ്യുന്നതൊന്നും കാണാറില്ല. കോമ്പറ്റീവിലായാലും അതേപോലെ തന്നെ കോമ്പറ്റീവിൽ അത്യാവശ്യം കുറച്ച് പേരൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് റാങ്കിലൊന്നും അത്യാവശ്യം ആരും യൂസ് ചെയ്യുന്നത് കാണുന്നില്ല. ഇപ്പോഴത്തെ ഈ ഒരു ഗണ്ണിൻ്റെ ഈ ഒരു മാറ്റം കൊണ്ടായിരിക്കും. നമ്മൾ കോമ്പിനേഷൻ ഏതാണെന്ന് വെച്ചാൽ M416ഉം സ്നൈപ്പറുമാണ്. ഈ ഒരു കോമ്പിനേഷൻ ഇപ്പോൾ ആരും അധികം യൂസ് ചെയ്യുന്നതൊന്നും കാണാറില്ല. AWM ആയാലും AMR ആയാലും ആർക്കും വേണ്ടത് അവിടെ എവിടെയും കിടക്കുന്നതാണ്. നിങ്ങൾ ഏത് കോമ്പിനേഷനാണ് യൂസ് ചെയ്യുന്നത് താഴെ കമന്റ് ചെയ്യുക. ആദ്യം പറഞ്ഞ പോലെ തന്നെ വീഡിയോസ് ഒന്നും ഇടാത്തതുകൊണ്ട് ചാനൽ വളരെയധികം ഡൗൺ ആണ്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ, അതുപോലെ തന്നെ ഇതുപോലത്തെ വീഡിയോസിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സോ അടുത്തൊരു പുതിയ വീഡിയോ ഇട്ട് ടേക്ക് കെയർ ഗൈസ്, ബൈ ബൈ.